സങ്കീർത്തനങ്ങൾ അദ്ധ്യായം 17. കർത്താവേ, എൻ്റെ ന്യായം കേൾക്കണമേ, എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ. എൻ്റെ അധരങ്ങളിൽ നിന്നുള്ള നിഷ്കപടമായ പ്രാർത്ഥന ശ്രവിക്കണമേ. എൻ്റെ വിധി അങ്ങയുടെ സന്നിധിയിൽ നിന്നും പുറപ്പെടട്ടെ. അങ്ങയുടെ കണ്ണ് ന്യായം കാണുമാറാകട്ടെ. അവിടുന്ന് എൻ്റെ ഹൃദയം പരിശോധിച്ചാൽ, രാത്രിയിൽ എന്നെ സന്ദർശിച്ചാൽ, അങ്ങ് എന്നെ ഉരച്ച് നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല. എൻ്റെ അധരങ്ങൾ പ്രമാണം ലംഘിക്കുകയില്ല. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടില്ല. അങ്ങയുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഞാൻ അനുസരിച്ചു. അക്രമികളുടെ പാതയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിന്നു. എൻ്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിച്ചു. എൻ്റെ പാദങ്ങൾ വഴുതിയില്ല. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവമേ, അങ്ങ് എനിക്ക് ഉത്തരമരുളും. അങ്ങ് ചെവി ചായ്ച്ച് എൻ്റെ വാക്കുകൾ ശ്രവിക്കണമേ. തൻ്റെ വലതു കൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്നും കാത്തുകൊള്ളുന്ന രക്ഷക, അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. എന്നെ ഞെരുക്കുന്ന ദുഷ്ടരിൽ നിന്നും എന്നെ വളഞ്ഞിരിക്കുന്ന കൊടും ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അവരുടെ ഹൃദയത്തിൽ അനുകമ്പയില്ല. അവരുടെ അധരങ്ങൾ വൻപു പറയുന്നു. അവർ എന്നെ അനുധാവനം ചെയ്യുന്നു. ഇതാ എന്നെ വളഞ്ഞു കഴിഞ്ഞു. എന്നെ നിലം പതിപ്പിക്കാൻ അവർ എൻ്റെ മേൽ കണ്ണുവെച്ചിരിക്കുന്നു. കടിച്ചു ചിന്താൻ വെമ്പുന്ന സിംഹത്തെപ്പോലെയാണവർ. പതിയിരിക്കുന്ന യുവസിംഹത്തെ പോലെ തന്നെ. കർത്താവേ, എഴുന്നേറ്റവരെ എതിർത്ത് തോൽപ്പിക്കണമേ. അങ്ങയുടെ വാൾ നീചനിൽ നിന്നും എന്നെ രക്ഷിക്കട്ടെ. ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്യരിൽ നിന്നും അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ. അങ്ങ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൊണ്ട് അവരുടെ വയർ നിറയട്ടെ. അവരുടെ സന്തതികൾക്കും സമൃദ്ധമായി ലഭിക്കട്ടെ. മിച്ചമുള്ളത് അവരുടെ പേരക്കിടാങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കട്ടെ. നീതി നിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും. ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തിയടയും. സഹോദരരെ, ദാവീദിൻ്റെ ഈ ഒരു പ്രാർത്ഥനാ ഗീതം, ഈ സങ്കീർത്തന ഭാഗത്ത് ശരിക്കും കർത്താവിൻ്റെ വഴികൾ അറിയുന്നതും കർത്താവുമായ സ്വന്തം ബന്ധത്തിൻ്റെ ഉയർച്ചയും അതിൻ്റെ ബലവും അറിയുന്ന ഒരാളുടെ വികാര വിചാരങ്ങളാണ് ഈ പ്രാർത്ഥനാ ഗീതത്തിൽ നമ്മൾ കാണുന്നത്. ഈ പ്രാർത്ഥനാ ഗീതം, ദാവീദിൻ്റെ ഈ പ്രാർത്ഥനയിൽ നീതിമാനായിരിക്കുന്ന, നിഷ്കളങ്കനായിരിക്കുന്ന ഒരുവൻ തന്നെ അറിയുന്ന ദൈവത്തോട് അവരെപ്പറ്റി, നോക്കൂ, ഞാൻ ആരാണെന്ന് നിനക്കറിയാം. എനിക്ക് ഈ ലോകത്ത് വേറെ ആരെയും ബോധിപ്പിക്കാനില്ല. എനിക്ക് എൻ്റെ കർത്താവായ നിന്നെ മാത്രമേ ബോധിപ്പിക്കാനുള്ളൂ. നീ എന്നെ ശ്രദ്ധിക്കൂ എന്ന് പറയുന്ന അത്ര ദൈവവുമായിട്ടുള്ള ബന്ധം, ഗാഢമായ ബന്ധമുള്ള ഒരാളുടെ പ്രാർത്ഥനയാണ്. കർത്താവ്, എൻ്റെ ന്യായം കേൾക്കണമേ, എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ. എൻ്റെ അധരങ്ങളിൽ നിന്നുള്ള നിഷ്കപടമായ പ്രാർത്ഥന ശ്രവിക്കണമേ. എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട് ദൈവത്തോട്. പക്ഷേ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പോലും തൻ്റെ സ്വന്തം കഴിവിൽ ഒരു വിശ്വാസം വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയിൽ അത് ശരിക്കും ദൈവത്തിൻ്റെ മുന്നിൽ നിഷ്കപടമായ പ്രാർത്ഥനയല്ല. ദാവീദിന് വളരെയേറെ കഴിവുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ബൈബിൾ വാചകത്തിൽ, ഈ സങ്കീർത്തന ഭാഗത്ത് തന്നെ ആക്രമിക്കാൻ പതിയിരിക്കുന്ന ദുഷ്ടന്മാരായിരിക്കുന്ന അന്നത്തെ കാലഘട്ടത്തിൽ, ശൗൽ രാജാവുമായുള്ള യുദ്ധകാലഘട്ടത്തിൽ എല്ലാവരും തന്നെ ആക്രമിക്കാൻ പതിയിരിക്കുന്നു. അവരെല്ലാം തന്നെ നശിപ്പിച്ചിട്ട് തൻ്റെ ഓഹരിയും, ഈ ഭൂമിയാകുന്ന ഓഹരി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭൗതികമായ ഓഹരി എല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നവരിൽ നിന്നും സ്വയം രക്ഷപ്പെടാനുള്ള കഴിവുണ്ടായിരുന്ന ഒരാളായിരുന്നു. കാരണം കരടിയെയും സിംഹത്തെയും എതിർത്ത് തോൽപ്പിച്ചിരുന്ന ഒരു നല്ല യോദ്ധാവായിരുന്നു. പക്ഷേ അവൻ സ്വന്തം കഴിവിലല്ല വിശ്വസിച്ചത്. അവൻ ദൈവത്തോട് ആരാഞ്ഞതിന് ശേഷം മാത്രം കർത്തവ്യങ്ങൾ ചെയ്തിരുന്നു. ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ദൈവം പറയുന്ന സമയത്തല്ലാതെ അവനവൻ്റെ പ്രവൃത്തികളൊന്നും തന്നെ ചെയ്തിട്ടില്ല. അത്രയേറെ നീതിമാനും നിഷ്കളങ്കനുമായിരുന്ന ദാവീദിൻ്റെ ആ കാലഘട്ടത്തിൽ അവന് എന്തുമാകാമായിരുന്നിട്ട് പോലും അവൻ ദൈവത്തോട് ചോദിച്ച്, നീ എൻ്റെ കൂടെ വരയണമേ, നിൻ്റെ പാതകളിലൂടെ എന്നെ നയിക്കണമേ, നിൻ്റെ നീതിയുടെ പാത എനിക്ക് കാണിച്ചു തരയണമേ. ഈ ആത്മവിശ്വാസമാണ് ഈ പ്രാർത്ഥനയിൽ ഉടനീളമുള്ളത്. ഞാൻ ഉണരുമ്പോൾ നിന്നെ കാണും എന്ന് പറയുന്ന ഭാഗത്ത് പോലും നീതിമാനല്ലാതെ ഭൂമിയിൽ ജീവിക്കുന്നവർ ഭൂമി ഓഹരിയായിട്ടെടുക്കും. ഇവിടുത്തെ സന്തോഷവും സമാധാനവും എല്ലാം സ്വീകരിക്കുമെങ്കിൽ അവരുടെ മരണശേഷം അവർ ദൈവത്തെ കാണുകയില്ലെന്നും, എന്നാൽ ഞാൻ എൻ്റെ ദൈവത്തെ മരണത്തിന് ശേഷം പുനരുദ്ധാനത്തിൽ കാണുമെന്നുള്ള വിശ്വാസമാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ ആ മുഖം ദർശിക്കാൻ എനിക്കും നിങ്ങൾക്കും സഹോദരരെ, ഈ ഭൂമി ജീവിതം കഴിഞ്ഞിട്ട് സ്വർഗീയ ഭവനത്തിലേക്ക് ആ ജ്ഞാനമാകുന്ന ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കഴിവും മുഖാന്തരം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ സ്വർഗീയ രാജ്യത്ത് ദൈവത്തെ കണ്ടുണരാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.